عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ തൻഖീദ് അഞ്ചാമത്തെ ആഴ്ചയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 94-ാമത്തെ അധ്യായം സൂറത്ത് അശ്ശർഹ്, നമുക്കൊക്കെ പരിചയമുള്ള സാധാരണ നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യാറുള്ള ഒരു സൂറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത പ്രത്യേകമായ ചില അനുഗ്രഹങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ആ സൂറ ആരംഭിക്കുന്നത് തന്നെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك. ഇതാണ് ആ സൂറയിലെ ആദ്യ ആയത്തുകൾ. ഇവിടെ ഈ സൂറത്തിന്റെ പേര് തന്നെ സൂറ അശ്ശർഹ്, അശ്ശർഹ്, വിശാലമാക്കൽ എന്നാണ് അതിന് മലയാളത്തിൽ പറയാവുന്ന ഒരർത്ഥം. നമ്മൾ ഇംഗ്ലീഷ് സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്രോഡ്. ബ്രോഡ്നെസ് നോൺ ഫോമാണ് ബ്രോഡ്നെസ് എന്ന് പറയുന്നത്. നാരോ എന്നത് NARROW, ഇതിന്റെ വിപരീതമായി പ്രയോഗിക്കുന്ന ഒരു പദമാണ്. ഇത് രണ്ടും നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഇപ്പോ വിശാലമായ വഴി, ഇടുങ്ങിയ വഴി എന്ന് നമുക്ക് പറയണമെങ്കിൽ ബ്രോഡ് വേ, നാരോ വേ എന്ന് പറഞ്ഞാൽ ക്ലിയറായി. ഒന്ന് വിശാലമായ വഴിയാണ്, മറ്റൊന്ന് ഇടുങ്ങിയ വഴിയാണ്. ആ പദത്തിൽ നിന്ന് തന്നെ വിശദീകരിക്കാതെ അതിന്റെ ആശയം നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. വിശാലമായത് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സുഗന്ധം. ഇടുങ്ങിയത്, കുടുസായത്, ഇത് മനസ്സുമായി ബന്ധിപ്പിച്ച് പറയുന്ന രണ്ട് പദങ്ങൾ കൂടിയാണ്. ബ്രോഡ് മൈൻഡഡ്നെസ്, നാരോ മൈൻഡഡ്നെസ് എന്ന് പറയും. ഹൃദയവിശാലത, ഹൃദയത്തിന്റെ ഇടുക്കം. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പ്രത്യേകമായി ചെയ്തു കൊടുത്ത ഹൃദയവിശാലതയെക്കുറിച്ചാണ് പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക, പ്രവാചകരെ, താങ്കൾക്ക് താങ്കളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നു. വിശാലമാക്കി തന്നില്ലയോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അല്ലാഹുവിന്റെ ചോദ്യമാണ്. وَوَضَعْنَا عَنْكَ وِزْرَكَ, എല്ലാ ഭാരങ്ങളും അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. അത് ഏതാണ് ആ ഭാരം? അല്ലദീ അൻഖള ളഹ്റക, ആ ഭാരം നിന്റെ മുതുകിനെ മെരിച്ചു കളയുന്ന ഒന്നായിരുന്നു. പ്രവാചകന് ഹൃദയവിശാലത നൽകി എന്നതാണ് ഒന്നാമത്തെ ആയത്തിൽ തന്നെയുള്ള പരാമർശം. ഇത് വലിയൊരു വിഷയമാണ്. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർസീന പർവ്വതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ സന്ദേശം ലഭിച്ച്, പ്രവാചകത്വം ലഭിച്ച് ഫറോവയുടെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി കൽപ്പിക്കുന്ന മാത്രയിൽ ആദ്യമായി അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്, റബ്ബി
ഇശ്റഹ് ലീ സ്വദരി എന്നാണ്. പടച്ചവനെ, എന്റെ സ്വദരിനെ നീ എനിക്ക് വിശാലമാക്കി തരയണമേ, ഹൃദയവിശാലത നൽകണമേ എന്നാണ്. അപ്പൊ അത് ചെയ്യാൻ പോകുന്ന വലിയ പ്രവർത്തനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു ബേസിക് സംഗതിയാണ്, വളരെ ബേസിക്കായ സംഗതിയാണ്. അതൊരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ അല്ല, നേരെ മറിച്ച് സംഗതിയുടെ വിജയത്തിന് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ ബേസിക് തിങ്. മൂസാ നബി അലൈഹി സ്വലാം ആദ്യമായി ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി പ്രവേശിക്കുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, പിന്നെ പോരാട്ടങ്ങളൊക്കെ അതിജയിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അധിപനായി ഉയർത്തിപ്പിടിച്ച ശിരസ്സുമായി മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഉത്കണ്ഠയോടുകൂടി, ഭയപ്പാടോടുകൂടി പ്രവാചകന്റെ എതിരാളികൾ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശ് സമൂഹമേ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളോട് ഞാൻ ഏത് രൂപത്തിൽ പെരുമാറും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ എന്നെക്കുറിച്ച്? അവർ പറഞ്ഞത് ഖൈർ എന്നാണ്. ഖൈർ 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 മാത്രമേ താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയുള്ളതാണ്. അഖുൻ കരീം വബിനു അഖുൻ കരീം, മാന്യന്റെ പുത്രനായ മാന്യൻ, മാന്യന്റെ പുത്രനായ മാന്യൻ. അപ്പൊ മാന്യതയുടെ കുലത്തിൽ ജനിച്ച അങ്ങയിൽ നിന്ന് ഞങ്ങൾ ഖൈർ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരെ മുഖത്ത് നോക്കിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പോയിക്കൊള്ളുക, ഇദ്ഹബൂ ഇദ്ഹബൂ അൻതും തുലഖാ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ഇന്ന് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ മേൽ ഇന്ന് ശിക്ഷാ നടപടികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വെറുതെ വിട്ട ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന, വീരകേസരിയായിരുന്ന ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനൊക്കെ നിഷ്ഠൂരം വധിച്ച് നെഞ്ചു പുലർത്തി കരൾ വലിച്ചെടുത്ത് ചവച്ചു തുപ്പി കുടൽമാല കഴുത്തിലിട്ട് നൃത്തമാടിയ ഹിന്ദു പോലും അവിടെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും തുല്യതയില്ലാത്ത പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ബഹിഷ്കരണത്തിനും വിധേയമാക്കിയ ആളുകൾ അവിടെ ഉണ്ട്. അവരോടാ പറയുന്നത്. ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെ സാധിച്ചു? അതാണ് പ്രവാചകൻ ഒരു അത്ഭുതമായി മാറുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് മനസ്സിന്റെ വിശാലതയാണ്, പ്രവാചകന്റെ മനസ്സിന്റെ വലുപ്പമാണ് നമ്മളാ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഗുണം ഏറ്റവും വലിയ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമായി ഈ വിശുദ്ധ സൂക്തത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മക്കയിലുണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ബഹിഷ്കരിച്ച് ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുന്നു. അവിടെ തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകളുണ്ട്, തന്നെ അറിയുന്ന ആളുകളുണ്ട്, തന്റെ കുടുംബക്കാരുണ്ട്. ആരും സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവര് തെരുവിലുണ്ടായിരുന്ന അങ്ങാടിയിലെ പിള്ളേരെ വിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയാൻ ഏർപ്പാടാക്കി. പ്രവാചകന്റെ കണങ്കാലിൽ നിന്ന് രക്തം ഒലിച്ചു. അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അറിവില്ലാത്ത സമൂഹമാണ്, പടച്ചവനെ പുറത്തു കൊടുക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഹൃദയവിശാലതയാണ് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മോശനും പ്രവാചകന്റെ സ്വന്തം സഹചാരിയും ഹിജ്റയിൽ പോലും പ്രവാചകന്റെ കൂട്ടാളിയുമായ ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ.
ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപവാദ പ്രചരണമുണ്ടായപ്പോൾ അത് ഏറ്റവും കൂടുതൽ മാനസികമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിഷമമുണ്ടാക്കി. തന്റെ പുത്രിയെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്റെ ബന്ധുവും അതേപോലെ തന്നെ ആശ്രിതനുമായ മിസ്തഹാണ് മുൻപന്തിയിലുള്ളത് എന്ന് മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ മിസ്തഹിന് നൽകി വരുന്ന എല്ലാ സഹായവും നിർത്തൽ ചെയ്തിരിക്കുന്നു എന്ന് ശപഥം ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, പടച്ച തമ്പുരാൻ നിങ്ങളോട് പൊറുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നവസാനിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ആയത്ത്. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി പ്രവേശിക്കുന്നില്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്, നമുക്കറിയാവുന്ന ചരിത്രമാണ്. പടച്ച തമ്പുരാൻ തിരുത്തി. അവിടെ വാത്സല്യനിധിയായ ഒരു പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആ പിതാവിന് സ്വന്തം മകളെക്കുറിച്ച് തന്റെ ആശ്രിതനായ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോഴുണ്ടായ സ്വാഭാവികമായ ഒരു വികാരത്തിൽ നിന്ന് വന്ന പ്രകടനമാണ്. പക്ഷേ പടച്ച തമ്പുരാൻ തിരുത്തി. ആ ഖുറൈഖുസ്സലാമിന്റെ ആയത്ത് പിന്നെ കേസ് അതിന്റെ അവസാന ഭാഗത്ത് കാണും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ് എന്നൊക്കെ പടച്ച തമ്പുരാൻ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആയത്തിറക്കി. ആയത്തിറങ്ങിയുടെ സാമർത്ഥ്യം ഈ ആയത്ത് കേട്ട മാത്രയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പശ്ചാത്തപിച്ചു. മിസ്തഹിന് താൻ നൽകി വന്നിരുന്ന മുഴുവൻ സഹായങ്ങളും യാതൊരു കുറവും വരുത്താതെ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയവിശാലത. ഇവിടെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയ്ക്ക് മുമ്പിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വിശാലമായി എന്നുള്ളതാണ്. അത്രയും വലിയ ഒരു ആരോപണത്തിന് കുടപിടിച്ച ആൾക്ക് പോലും ക്ഷമ നൽകുവാൻ കഴിയുന്ന രൂപത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. സാധാരണ പിന്നെ ഈ വിനയം ഉള്ള ആളുകൾക്ക് ഹൃദയവിശാലത ഉണ്ടാവുകയുള്ളൂ, അവർക്ക് മാത്രമേ അത് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. So pride makes us artificial, humility makes us real എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ഞാനവിടെ ടെക്സ്റ്റ് ചെയ്യാം, ടെക്സ്റ്റിന്റെ വലിപ്പമൊന്ന് കൂട്ടണം ഒരു സെക്കൻഡ്. പ്രൈഡ്, ഹ്യൂമിലിറ്റി രണ്ടും രണ്ടാണ്. പ്രൈഡ് മേക്സ് അസ് ആർട്ടിഫിഷ്യൽ, അഹംഭാവം, ഞാനെന്ന ഭാവം, അത് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ആർട്ടിഫിഷ്യൽ ആക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അത് കൃത്രിമമാക്കി കളയും. പ്രൈഡ് മേക്സ് അസ് ആർട്ടിഫിഷ്യൽ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകാനറിയാം, പ്രൈഡ് കടന്നു വരുമ്പോഴാണ്. നേരെ മറിച്ച് ഹ്യൂമിലിറ്റി മേക്സ് അസ് റിയൽ, വിനയം, ലാളിത്യം, എളിമ, അതൊക്കെ മനുഷ്യനെ എന്താക്കി മാറ്റുന്നു? അവനെ റിയലാക്കി മാറ്റുന്നു. അതിലെന്തെല്ലാം കൃത്രിമത്വമില്ലാത്ത എ റിയൽ ഹ്യൂമൻ ബീയിങ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്നിടത്ത് ഈ യേശുക്രിസ്തുവിന്റെ കൽപ്പനകളിലൊക്കെ പറയുന്നിടത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന പിന്നെ ഒരു വാക്യമുണ്ട്. അത് വളരെ ഫിലോസോഫിക്കലായിട്ടുള്ളൊരു വാക്യമാണ്. അതിന്റെ പിന്നെ മലയാളം തന്നെ ഞാനിവിടെ പിന്നെ ആ മലയാളം പറയാം. അതിലെ നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ഇവിടെ ഈ വലിപ്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ സൈസല്ല, ശാരീരികമായ വലിപ്പമല്ല. നേരെ മറിച്ച് എന്താണ്? അതാണ് മനസ്സിന്റെ വലുപ്പം എന്ന് പറയുന്നത്.
മനസ്സിന്റെ വലുപ്പം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. ലോകത്ത് പരിവർത്തനത്തിന്റെ തീപ്പന്തവുമായി കടന്നുവന്ന ഏത് മഹാന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും വിട്ടുവീഴ്ചയുടെയും ഹൃദയവിശാലതയുടെയും കാര്യങ്ങൾ കേൾക്കുവാനുള്ള സന്നദ്ധതയുടെയും അധ്യാപനങ്ങളും അധ്യായങ്ങളും കാണാൻ കഴിയും. ഇപ്പോ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവൻ പലപ്പോഴും സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സംസ്കാരങ്ങൾ, ചരിത്രങ്ങൾ, അതേപോലെ തന്റെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതിലൊക്കെ മനുഷ്യൻ തൽപരനാണ്. അതൊക്കെ നിങ്ങൾ ഈ സെന്റൻസ്, മാൻ ഹാസ് ഗോൺ ഔട്ട്, മനുഷ്യൻ പുറത്തേക്ക് പോകണം. മനസ്സെവിടെയുള്ളത്? അകത്താണ്. മനസ്സെവിടെയാണ്? നമ്മുടെ അകത്താണ്. പക്ഷെ മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത്? മാൻ ഹാസ് ഗോൺ ഔട്ട്, പുറത്തേക്ക് പോയിട്ടുണ്ട് മനുഷ്യൻ. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ യാത്രികനാണ്, സഞ്ചാരിയാണ്, എക്സ്പ്ലോറർ. അടുത്ത വാക്ക് നോക്കുന്നു, എക്സ്പ്ലോർ. അവൻ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതർ വേൾഡ്സ് ആൻഡ് അതർ സിവിലൈസേഷൻസ്. ആൻഡ് എന്ന വാക്ക് ആൻഡ് എന്ന് ഉച്ചരിക്കേണ്ടതില്ല. അത് നമ്മൾ ഒരു സെന്റൻസിനോട് ചേർത്ത് വായിക്കുമ്പോൾ ആൻ എന്ന് വായിക്കേണ്ടി വന്നു. അതർ വേൾഡ്സ് ആൻഡ് അതർ സിവിലൈസേഷൻസ്. മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും ലോകങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും പഠിക്കുവാൻ അവൻ ഇറങ്ങിത്തിരിക്കുന്നു. അതാണ് മാൻ ഹാസ് ഗോൺ ഔട്ട് ടു എക്സ്പ്ലോർ അതർ വേൾഡ്സ് ആൻഡ് അതർ സിവിലൈസേഷൻസ്. പക്ഷെ അവൻ ഒന്നിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതെന്താണ്? വിതൗട്ട് ഹാവിംഗ് എക്സ്പ്ലോർഡ് ഹിസ് ഓൺ ഡാർക്ക് പാസേജസ്. അവൻ സത്യത്തിൽ പര്യവേഷണം നടത്തേണ്ടത് ആദ്യം എവിടെയാണ്? എക്സ്പ്ലോറിംഗ് ഹിസ് ഓൺ ഡാർക്ക് പാസേജസ്. സ്വന്തം അകത്തളങ്ങളിൽ തന്നെ ഇരുട്ടുമൂടിക്കിടക്കുന്ന പാസേജുകളുണ്ട്. ആൻഡ് സീക്രട്ട് ചേംബേഴ്സ്. ഞാൻ അടുത്ത ടെക്സ്റ്റിലേക്ക് നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സീക്രട്ട് ചേംബേഴ്സ്, രഹസ്യ അറകൾ. അത് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഡാർക്ക് പാസേജസ്, ഇരുണ്ട വഴികൾ. സീക്രട്ട് ചേംബേഴ്സ്, രഹസ്യ അറകൾ. ഇതിനെക്കുറിച്ചൊന്നും തീരെ ആലോചിക്കാതെ മനുഷ്യൻ എങ്ങോട്ട് പോകുന്നു? പുറം ലോകത്തെ നാഗരികതകളും അത്ഭുതങ്ങളും തേടിപ്പോകുന്നു. And without finding what lies behind doorways that he himself has sealed. സ്വയം സീൽ വെച്ചിരിക്കുകയാണ് അവൻ സ്വന്തം വീടിന്റെ പിറകുവശത്തുള്ള വാതിൽ. അത് തുറന്നു നോക്കാൻ അവൻ സമയമില്ല. അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിലെ കവാടങ്ങൾ തുറന്നു നോക്കുവാൻ അവന് സമയമില്ല. അത് ഉദ്ദേശിക്കുന്നത് സ്വന്തം മനസ്സിന്റെ വാതായനങ്ങൾ, സ്വന്തം ചിന്തയുടെ വാതായനങ്ങൾ, സ്വന്തത്തെക്കുറിച്ചുള്ള ഒരാലോചന, അതിന് സന്നദ്ധമല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നത് മൂഢത്വമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇസ്ലാം മനുഷ്യനോട് കൽപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് സ്വന്തത്തെ തിരിച്ചറിയുവാനും സ്വന്തത്തെ സംസ്കരിക്കുവാനും തയ്യാറാവുക എന്നുള്ളതാണ് ഫസ്റ്റ് നൽകുന്ന കൽപ്പന തന്നെ. ബനൂ ഇസ്രായേൽ വിഭാഗത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി പല സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ അവനുണ്ടായിരുന്ന സ്വഭാവം നമുക്കൊക്കെ അറിയാം. നന്ദികേടിന്റെയും കുടുസായ മനസ്ഥിതിയുടെയും അതേപോലെ തന്നെ സ്വന്തത്തെക്കുറിച്ച് പോലും ആലോചിക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഒരു വിഭാഗമായിരുന്നു. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത തുല്യതയില്ലാത്ത അനുഗ്രഹങ്ങൾ, മന്നയും സെൽവയും നൽകി ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു, ചെങ്കടൽ കടത്തി. എന്നിട്ട് അവർക്ക് വാഗ്ദത്ത ഭൂമിയിലേക്ക് വഴിയൊരുക്കി. 2 പ്രവാചകന്മാരെ, ഒരു പ്രവാചകൻ പോലെയല്ല, 2 പ്രവാചകന്മാരെ ദിശ നിർണയിക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ നടത്തി. എന്നിട്ടെന്താണ്ടായത്? ഇങ്ങനൊക്കെ ചെയ്തു കൊടുത്തത് എന്താണ്ടായത്? ആ മനുഷ്യർക്ക്
സ്വന്തം മനസ്സിന്റെ കവാടങ്ങൾ തുറക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള അവരുടെ യാത്രയിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചു. ധിക്കാരം, അവരുടെ കുടുസായ മനസ്സുകൊണ്ട് അവരുടെ ജീവിതം അള്ളാഹു കുടുസാക്കി. 40 വർഷക്കാലമാണ് സീനാ മരുഭൂമിയിൽ അവര് അലഞ്ഞു തിരിഞ്ഞു നടന്നത്. അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. സൂറത്ത് ബഖറ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് അള്ളാഹു കൊടുത്ത പരീക്ഷണങ്ങൾ പരസ്പരം കൊല്ലുവാനാണ് അവർക്ക് നിശ്ചയിച്ച ഒരു പ്രായശ്ചിത്തം. പശുക്കുട്ടി ആരാധിച്ചതിന്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സ് അത്രമേൽ ഇടുങ്ങിയതായിരുന്നു. 40 വർഷക്കാലം. പിന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതിനിടയിൽ മരിച്ചുപോയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെ ആ കൗമ എന്തായി എന്ന് ഖുർആൻ പറയുന്നില്ല. അവർ ഛിദ്രിച്ചു പോവുകയാണ്, ലക്ഷ്യം കാണാതെ പോവുകയാണ്. ഇവിടെ അവർക്ക് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ നാരോ മൈൻഡഡ് പീപ്പിളായിരുന്നു അവർ. നമ്മൾ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമസ്ഥന്മാരായിരുന്നു അവരെ. ഇടുങ്ങിയ മനസ്സിന്റെ ഉടമസ്ഥന്മാരായിരുന്നു. ഒരു സന്യാസി വര്യൻ പറഞ്ഞ പിന്നെ ഒരു കോട്ടിംഗ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, do you wish to rise? Begin by descending. You plan a tower that will pierce the clouds. Lay first the foundation of humility. നോക്കൂ നിങ്ങൾ, അതിൽ അവസാനത്തെ സെന്റൻസ് നോക്കൂ. ആദ്യ സെന്റൻസിന്റെ അവസാനം പറയാം. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കൂ. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സെന്റൻസ് ലേ ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിലിറ്റി. നമ്മൾ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ അതിന് ഫൗണ്ടേഷൻ ഇടും. ആ ഫൗണ്ടേഷൻ എപ്രകാരമാണോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ മുകളിൽ പടുത്തുയർത്തുന്ന കെട്ടിടം ഉണ്ടാവുക. ആ ഫൗണ്ടേഷൻ ദുർബലമാണെങ്കിൽ കെട്ടിടം തകർന്നു പോകും. നല്ല ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് എത്രയും നിലകൾ കെട്ടി ഉയർത്തുവാൻ സാധിക്കും. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന കെട്ടിടം ശക്തമാകണമെങ്കിൽ, അവന്റെ ജീവിതം ബലവത്താകണമെങ്കിൽ, അവന്റെ കാഴ്ചപ്പാടുകൾ ബ്രോഡാകണമെങ്കിൽ, അവന്റെ മനസ്സ് ബ്രോഡ് മൈൻഡ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ലേ ഫസ്റ്റ് അവിടെ ടി സൈലന്റ് ആട്ടോ. ലേ ഫസ്റ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിലിറ്റി. വിനയം കൊണ്ട് നിങ്ങൾ തറക്കല്ലിടുക. അതാണ് സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി, ബ്രോഡ് മൈൻഡഡ്നെസ്. ഇനി ആ സെന്റൻസ് ഞാൻ ഫുള്ള് പറയാം. ഡു യു വിഷ് ടു റൈസ്? നിങ്ങൾ ഉയരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിഗിൻ ബൈ ഡിസെൻഡിങ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം താഴ്ന്നു കൊടുക്കണം. അസ്തമിക്കാത്ത സൂര്യന് ഒരിക്കലും ഉദിക്കാൻ കഴിയില്ലല്ലോ. അത് കഴിയോ? അസ്തമിക്കാത്ത സൂര്യന് ഒരിക്കലും ഉദിക്കാൻ കഴിയില്ല. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വ്യയം കാണിച്ചുകൊണ്ട്, താഴ്മ കാണിച്ചുകൊണ്ട് കുരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് പിറ്റേന്ന് സുപ്രഭാതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കിഴക്കൻ ചക്രവാളത്തിൽ തല ഉയർത്തി എഴുന്നേറ്റ് വരാൻ സാധിക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്. യു പ്ലാൻ എ ടവർ ദാറ്റ് വിൽ പിയേഴ്സ് ദ ക്ലൗഡ്സ്. നിങ്ങൾ മേഘക്കീറുകൾ തുളച്ചു കയറുന്ന ഒരു ഗോപുരം കണക്കെ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയും. ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന, വിനയം എന്ന് പറയുന്ന, ഹൃദയവിശാലത എന്ന് പറയുന്ന സൽഗുണത്തിൽ നിങ്ങൾക്ക് കാലൂന്നി നിൽക്കുവാൻ സാധിച്ചാൽ മേഘക്കീറുകൾ കീറുന്ന അത്രയും ഉയരത്തിലുള്ള, മേഘങ്ങളെ കീറി പിളർത്തി മുന്നോട്ട് പോകുന്ന, ഉയരത്തിലേക്ക് പോകുന്ന ഒരു ഗോപുരം കണക്കെ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്നതാണ്. ഡു യു വിഷ് ടു റൈസ്? ബിഗിൻ ബൈ ഡിസെൻഡിങ്. യു പ്ലാൻ എ ടവർ ദാറ്റ് വിൽ പിയേഴ്സ് ദ ക്ലൗഡ്സ്. ലേ ഫസ്റ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിലിറ്റി. ഇതിനൊക്കെ നിങ്ങൾക്ക് വേണ്ടത് ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ തറപാകുക എന്നതാകുന്നു.
മാത്രവുമല്ല നിറകുടം തുളുമ്പുകയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കം ഫത്ഹിന്റെ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ആജ്ഞാപിച്ചാലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുന്ന സഹാബി വൃന്ദം അവിടെയുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറകുടമാണ്. അവിടുന്ന് തുമ്പിയില്ല, വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇത് നോക്കൂ, ട്രൂ മെറിറ്റ് ലൈക്ക് എ റിവർ the deeper it is, the less noise it makes. എത്ര മനോഹരമാണത്. ട്രൂ മെറിറ്റ്, യഥാർത്ഥ നേട്ടം, യഥാർത്ഥ വിജയം എന്നൊക്കെ പറയുന്നത് എന്തെന്നറിയോ? ലൈക്ക് എ റിവർ, അതൊരു നദി പോലെയാകുന്നു. ദ ഡീപ്പർ ഇറ്റ് ഈസ്, ദ ലെസ് ദ നോയ്സ് ഇറ്റ് മേക്സ്. ആ നദിക്ക് എത്രമേൽ ആഴമുണ്ടോ, ആഴം കൂടുന്തോറും അതിന്റെ ശബ്ദം കുറവായിരിക്കുന്നു. അവരെ ഈ ഉപരിതലത്തിലൂടെ ഒഴുകുന്ന കല്ലുകളിലും മുള്ളുകളിലും പാറകളിലും തട്ടിപ്പിടഞ്ഞ് ഒഴുകിപ്പോകുന്ന നദികൾക്ക് എന്തില്ല? ആഴമില്ല, അത് ശബ്ദമുണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചോലകളുണ്ടല്ലോ, ചോലകൾ, അതേപോലെ തന്നെ പാറക്കെട്ടുകളിലൂടെ ഒഴുകിപ്പോകുന്ന ജലസ്രോതസ്സുകൾ, അതൊക്കെ വലിയ ശബ്ദമുണ്ടാക്കും. പക്ഷേ അഗാധമായ ആഴമുള്ള നദികൾ, അതിൽ എത്രയാണ് ജലമുള്ളത്, പക്ഷെ അതൊരിക്കലും ശബ്ദമുണ്ടാക്കുകയില്ല. ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ഈജിപ്ഷ്യൻ നൈൽ നദിയും നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ അടുത്തൊക്കെയുള്ള ചാലിയാർ പുഴ, ആ ഫറൂഖ് ഭാഗത്തു കൂടി ഒഴുകിപ്പോകുന്ന പുഴ തീരെ ശബ്ദമുണ്ടാക്കുന്നില്ല. അതിന്റെ ആഴം, അതിന്റെ ഗാംഭീര്യം കൂടുന്തോറും എന്ത് കുറയുന്നു? ശബ്ദം കുറയുന്നു. നേരെ മറിച്ച് അപ്പുറത്ത് അല്പം ജലം ഒഴുക്കിക്കളയുന്ന ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ചുണ്ടായ ഒരു ജലസ്രോതസ് ശബ്ദമുണ്ടാക്കിയേക്കാമെന്നാണ്. അതാണ് ട്രൂ മെറിറ്റ് ലൈക്ക് എ റിവർ, ദ ഡീപ്പർ ഇറ്റ് ഈസ്, the less noise it makes. less noise it makes. നിറകുടം തുളുമ്പാറില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു വശമാണ് ആ പറഞ്ഞത്. ഇനി ഇത് മനുഷ്യന്റെ വിശ്വാസവും അവന്റെ കർമ്മങ്ങളും അതേപോലെ തന്നെ അവന്റെ മതവുമൊക്കെ നന്നായി തീരാനും ഇത് ആവശ്യമാണ്. വേറൊരു സെന്റൻസ് കൂടെ നമുക്ക് പരിചയപ്പെടുത്താം ഇവിടെ. അതും ഹ്യൂമിലിറ്റിയെ കുറിച്ചാണ്. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് കവാഡൈസ്. വിനയം എന്ന് പറയുന്നത് ഭീരുത്വമല്ല. വീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. മീക്ക് എന്ന് പറഞ്ഞാൽ കാം എന്നർത്ഥം. കാം, വളരെ ശാന്തമായ സ്വഭാവമുള്ള. വീക്ക്നെസ്, കാംനെസ് ഈസ് നോട്ട് വീക്ക്നെസ്. അതെന്തല്ല, ഒരാളുടെ വീക്ക്നെസ് അല്ല. ഒരാൾ ശാന്ത സ്വഭാവിയാണ് എന്നത് അയാളുടെ പോരായ്മയല്ല. ഒരാൾ വിനയം കാണിക്കുന്നു എന്നത് ഭീരുത്വമല്ല. എന്നിട്ട് പറയുന്നു, ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ് ആർ ഇൻഡീഡ് സ്പിരിച്വൽ പവേഴ്സ്. ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ്, വിനയവും ശാന്തതയുമൊക്കെ ആത്മീയമായ ശക്തിയാകുന്നതാണ്. ആത്മബലമുള്ള ആളുകൾക്ക് മാത്രമേ അത് കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. യെസ്, ആത്മീയമായ ശക്തി, ആത്മബലം, ആത്മീയബലം. ആത്മീയബലം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മൈൻഡ്, ദ പവർ ഓഫ് മൈൻഡ്. പവർ ഓഫ് മൈൻഡ്, മനഃശക്തി. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള പല നിരീക്ഷണങ്ങളിൽ ഒന്ന്, തീരെ മനഃശക്തിയില്ലാത്ത ആളുകളാണ് ആത്മഹത്യ ചെയ്യുക. അത്ര ദുർബല മനസ്കരായ ആളുകൾ. their mind is having no power, powerless. അത്. രണ്ടാമത്തേത് സ്പിരിച്വൽ പവർ അവർക്ക് തീരില്ല. ആത്മീയമായ ശക്തി.
അപ്പൊ ഒരാൾ വിനയം കാണിക്കുന്നു എന്നതോ ശാന്തത പ്രകടിപ്പിക്കുന്നു എന്നതോ ഒരിക്കലും തന്നെ വീക്ക്നെസ് അല്ല, നേരെ മറിച്ച് ഇറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി ആണ്. അത് അയാളുടെ ഏറ്റവും വലിയ ഒരു ഗുണമാകുന്നു. അതേപോലെ തന്നെ ഈ ഹ്യൂമിലിറ്റിയെക്കുറിച്ച് തന്നെ വന്നിട്ടുള്ള പിന്നെ മറ്റൊരു മനോഹരമായ വചനം വാക്യം, ഹ്യൂമിലിറ്റി ഈസ് നത്തിങ് എൽസ് ബട്ട് എ റൈറ്റ് ജഡ്ജ്മെന്റ് ഓഫ് അവർ സെൽസ്. സ്വന്തത്തെക്കുറിച്ചുള്ള ശരിയായ പിന്നെ നിരൂപണമാകുന്നു, വിലയിരുത്തലാകുന്നു, അല്ലെങ്കിൽ വിധി പറയലാകുന്നു എന്ത് വിനയം എന്ന് പറയുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു ജഡ്ജ്മെന്റാണ് ശരിക്ക് വിനയം എന്ന് പറയുന്നത്. അതില് പിന്നെ രസകരമായി തോന്നിയ ഒരു കമന്റ്, പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് അത് കണ്ടപ്പോ എനിക്കത് രസകരമായി തോന്നി. ഈ മനുഷ്യന്റെ പിന്നെ സ്വഭാവം മാറുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ നല്ല ശരീരവും നല്ല മനസ്സും എന്ന് പറയാറുണ്ട്. നല്ല ശരീരവും നല്ല മനസ്സും. നോക്കൂ നിങ്ങൾ, മിഡിൽ ഏജ് ഈസ് വെൻ യുവർ ബ്രോഡ് മൈൻഡ് ആൻഡ് നാരോ വേസ്റ്റ് ബിഗിൻ ടു ചേഞ്ച് പ്ലേസസ്. ഇത് വളരെ വിറ്റിയായിട്ടുള്ള ഒരു കമന്റാണ്. അതിനാ പിന്നെ മിഡിൽ ഏജ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ മധ്യവയസ്കരാകുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ മനുഷ്യന് സംഭവിക്കുന്ന ഒരു മാറ്റം എന്താണെന്നറിയാം. ഒന്ന് ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാകും, രണ്ടാമത്തേത് മെന്റൽ ചേഞ്ച്. അതെന്തൊക്കെയാ നോക്കൂ. യുവർ ബ്രോഡ് മൈൻഡ്, നമുക്കുള്ള വിശാലമായ മനസ്സ്, നാരോ വേസ്റ്റ് എന്നാൽ ഇടുങ്ങിയ നമ്മുടെ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് നമ്മൾ ബെൽറ്റൊക്കെ കിട്ടുന്ന ഭാഗം, അരക്കെട്ട്. നല്ല ആരോഗ്യമുള്ള ആൾക്ക് നാരോ വേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വേസ്റ്റ് അല്ല കേട്ടോ, WAST എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേസ്റ്റ്, ഒന്നിനും കൊള്ളാത്തത്, വേസ്റ്റ് ബിൻ എന്നൊക്കെ പറയാറില്ലേ. WAST വേസ്റ്റ് ആണ്, ഇത് വേസ്റ്റ്. ഉച്ചാരണം കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലെ തോന്നും. അപ്പൊ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. നമുക്കുള്ള ഈ പിന്നെ നാരോ വേസ്റ്റ് ഉണ്ടല്ല, ഇടുങ്ങിയ നമ്മുടെ അരക്കെട്ട്, നമ്മൾ നല്ല ആരോഗ്യമുള്ളത്, അത് പോയിട്ട് അവിടെ എന്തായി മാറും, അവിടെ ബ്രോഡായി മാറും. എന്ന് പറഞ്ഞാൽ വലിയ വയറൊക്കെ വന്ന് തടിച്ച് ഉഷാറായി വരും. നമുക്കുണ്ടായിരുന്ന ബ്രോഡ് മൈൻഡ് അതെന്തായി മാറും, അവിടെ നാരോ ആയി മാറുന്നത്. ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു അപജയമാകുന്നു. ഇത് വായിച്ചു നോക്കൂ. മിഡിൽ ഏജ് ഈസ് വെൻ യുവർ ബ്രോഡ് മൈൻഡ് ആൻഡ് നാരോ വേസ്റ്റ് ബിഗിൻ ടു ചേഞ്ച് പ്ലേസസ്. അവ രണ്ടും പരസ്പരം സ്ഥാനം മാറും. ഇടുങ്ങിയ അരക്കെട്ട് മനസ്സിന്റെ സ്ഥാനത്തേക്ക് മാറും, വിശാലമായിരുന്ന മനസ്സ് ഇടുങ്ങിയ അരക്കെട്ടിന്റെ ഭാഗത്തേക്ക് മാറും. പൊതുവെ കുട്ടികളായിരിക്കുമ്പോഴും വിദ്യാർത്ഥികളായിരിക്കുമ്പോഴൊക്കെ ഉള്ളത് പങ്കുവെക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സൗഹൃദം പങ്കിടുവാനും കാര്യങ്ങൾ അന്വേഷിക്കുവാനൊക്കെയുള്ള മനസ്സ് പലപ്പോഴും ഈ മനുഷ്യന്മാർ കുടുംബജീവിതമൊക്കെ തുടങ്ങി സ്വന്തം ജോലിയൊക്കെയായി സ്വന്തം കാര്യം ചിന്താബാദ് എന്നൊരവസ്ഥയിലെത്തുന്നർത്ഥം. അപ്പൊ എന്തായി, അപ്പൊ നേരത്തെ ഇടുങ്ങിയ അരക്കെട്ട് വലുതാകും, നേരത്തെ വിശാലമായിരുന്ന മനസ്സ് ഇടുങ്ങിപ്പോവുകയും ചെയ്യും. ഈ അല്ലാമ ഇക്ബാൽ വിദ്യാഭ്യാസത്തിന് നൽകിയ മനോഹരമായൊരു നിർവചനമുണ്ട്. ശരിക്കത് ഞാനൊന്ന് ടൈപ്പ് ചെയ്യട്ടെ. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് എന്നാണ്. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ട്രാൻസ്ഫോംസ് ദ worm into a butterfly എന്നാണ്. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ, വിച്ച് ട്രാൻസ്ഫോംസ്, അത് മനുഷ്യനെ മാറ്റുന്നു. ഏതുപോലെ അറിയോ, ലൈക്ക് ദ ചേഞ്ച് ഓഫ് എ worm into a butterfly. ഒരു പുഴുവിനെ പൂമ്പാറ്റിയാക്കുന്ന പ്രക്രിയയാകുന്ന വിദ്യാഭ്യാസമാണ്. പുഴുവിനാരും ഇഷ്ടപ്പെടില്ലോ, പുഴുവിനാരും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ആ പുഴു പൂമ്പാറ്റിയായി മാറുന്നതോടുകൂടി ലോകത്ത് എല്ലാവരും അതിനെ ഇഷ്ടപ്പെടുന്നുള്ള. മനസ്സിലായല്ലോ? ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ
മനസ്സിന്റെ വിശാലതയായിരിക്കണം അവർ ലഭിക്കുന്ന അധ്യാപനങ്ങളുടെ ഫലം. അങ്ങനെയുള്ള അവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള ടീച്ചിങ് കിട്ടുന്ന ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആ ടീച്ചിങ് ഉൾക്കൊള്ളുന്ന ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികളെ ആ രൂപത്തിൽ വാർത്തെടുക്കാൻ സാധിച്ചത് അവരുടെ മനസ്സിനെ ഇത്രമേൽ വിശാലമാക്കുവാനുള്ള അധ്യാപനങ്ങൾ നൽകുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. അത് ഉൾക്കൊള്ളുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കും സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മനസ്സ് വിശാലമാക്കുവാനുള്ള പരിശ്രമം. ഇത് നോക്കൂ, an error doesn't become mistake. നമുക്ക് തെറ്റുകൾ പറ്റാം, പക്ഷെ ആ തെറ്റുകൾ കറക്റ്റ് ചെയ്താണ് നമ്മുടെ മനസ്സിനെ ശരീര മനസ്സാക്കി മാറ്റുക. an error doesn't become a mistake. നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു തെറ്റ് ഒരിക്കലും എന്തല്ല, ഒരു മിസ്റ്റേക്ക് അല്ല. ഒരാളൊരു തെറ്റ് സംഭവിച്ചു എന്നതുകൊണ്ട് അയാൾ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയാണ് എന്ന് നമ്മൾ വിധി എഴുതാൻ പാടില്ല. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. an error doesn't become a mistake. ഒരു എറർ എന്ന് പറയുന്നത് മിസ്റ്റേക്ക് അല്ല. എറർ എന്ന് പറയുന്ന വാക്കും മിസ്റ്റേക്ക് എന്ന് പറയുന്ന വാക്കും രണ്ടാണ്. എറർ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു പോകുന്ന തെറ്റ് മാത്രമാണ്. സ്ഥിരമായി മിസ്റ്റേക്കുകൾ വരുത്തുക എന്ന് പറയുന്നത് അത് വേറെയാണ്. അപ്പോൾ നമ്മളൊരു എററിനെ ഒരിക്കലും എന്തായി പരിഗണിക്കാൻ പാടില്ല, ഒരു മിസ്റ്റേക്കായിട്ട് പരിഗണിക്കാൻ പാടില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധമോ ഒരു സ്ഖലിതമോ ചെറിയ പോരായ്മകളോ വെച്ചിട്ട് നമ്മൾ അയാൾ വളരെ കുടുസായ മനസ്സിന്റെ ഉടമയാണ് എന്ന് പറയരുത്. അൺടിൽ യു റെഫ്യൂസസ് ടു കറക്റ്റ് ഇറ്റ്. നമ്മളത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ്. അയാളത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നിടത്തോളം കാലം അയാളുടെ മനസ്സ് ബ്രോഡ്, ഹി ഹാസ് എ ബ്രോഡ് മൈൻഡ്. തെറ്റുകളെ കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആളുകളെ നമുക്ക് നാരോ മൈൻഡഡ് പീപ്പിൾ എന്ന് വിളിക്കാം. അപ്പൊ തെറ്റ് സംഭവിക്കുന്നത് കൊണ്ട് ഒരാളെ നമുക്കൊരിക്കലും നാരോ മൈൻഡഡ് എന്ന് വിളിക്കാൻ പാടില്ല. തെറ്റ് സംഭവിച്ച് അത് കറക്റ്റ് ചെയ്യുവാൻ അയാൾ സന്നദ്ധനാണെങ്കിൽ അയാൾ എന്താണ് ശരിക്ക്? അയാൾ ബ്രോഡ് മൈൻഡഡ് മാൻ തന്നെയാണ്. ഒരിക്കലും തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഇനി ഞാൻ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ആ വിശ്വാസം, അതിന്റെ അനുബന്ധ കാര്യങ്ങൾ എല്ലാം കുടികൊള്ളുന്നത് എവിടെയാണ്? മൈൻഡിലാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും അനുബന്ധ കാര്യങ്ങളും മുഴുവൻ ഉൾക്കൊള്ളുവാൻ ആകെയുള്ള സ്ഥലം ഏതാണ്? മനസ്സാണ്. അപ്പൊ ആ മനസ്സെങ്ങനെയായിരിക്കണം? ബ്രോഡായിരിക്കണം. ഈമാൻ അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സ് വിശാലമല്ലെങ്കിൽ എവിടെയാണ് ഈമാൻ കുടിയിരിക്കുക? ഇടുങ്ങിയ മനസ്സിൽ ഞെരുങ്ങിയിരിക്കുന്ന ഒന്നല്ല ഈമാൻ. ഇടുങ്ങിയ മനസ്സിൽ ഞെരുങ്ങിയിരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഈമാൻ. നേരെ മറിച്ച് വിശാലമായ മനസ്സിൽ, വിശാലമായ അർത്ഥത്തിൽ വ്യാപരിച്ചു കിടക്കുന്ന ഒരു അനുഭവമാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈമാനിനെ ഉൾക്കൊള്ളണമെങ്കിലും എന്ത് വേണം? ബ്രോഡ് മൈൻഡഡ്നെസ് വേണം. ഇനി ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ? സ്നേഹം, ദയ, കരുണ, അലിവ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത, ഇതൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ്. അതെല്ലാം സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ മനസ്സെന്തായിരിക്കണം? ആ മനസ്സിന് വിശാലത വേണം. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ,
അവിടെയുള്ള അഴുക്കുകളും കറകളും ഇരുട്ടും അവിടെയുള്ള മാറാലയും പോരായ്മകളും നികത്തി അതിനെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും അതേപോലെ തന്നെ വൃത്തിയാക്കുകയും ചെയ്തവൻ വിജയിച്ചു. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് വേണ്ടേ? അതാണ് പറയുന്നത്. ഇനി വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, വലിയ കൊട്ടാര സമാനമായ വീട്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഉദാഹരണം. കൊട്ടാര സമാനമായ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സ് ഇടുങ്ങിയതാണെങ്കിൽ ആ വീട്ടിന്റെ വലിപ്പം, ഫിസിക്കൽ സൈസ് കുറയില്ല, പക്ഷെ അതിന്റെ അനുഭവതലത്തിൽ അതിന്റെ വലിപ്പം കുറയും. നേരെ മറിച്ച് ഒരു ചെറ്റക്കുടിലിൽ കിടന്നിറങ്ങുന്ന മനുഷ്യർ ഹൃദയവിശാലതയുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ വാതിലുകളോ ജനവാതിലുകളോ കിളിവാതിലുകളോ ഇല്ലാത്ത ആ ഭവനം കൊട്ടാര സമാനമായ ഒരു ഇടമായി അവർക്ക് അനുഭവപ്പെടും. അവിടെ ആ കുടിൽ വളരെ ചെറുതാണ്, പക്ഷേ അതിനകത്ത് കിടക്കുന്ന മനുഷ്യർ, അവിടെ ജീവിക്കുന്ന ആളുകൾ വിശാല മനസ്കരായ ആളുകളാണ്. സമൂഹം, മതം, സംഘടന, പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ, തൊഴിൽ മേഖലകൾ, സാമ്പത്തിക രംഗം, മനുഷ്യൻ ഇടപെടുന്ന സകലമാന മേഖലകളിലും ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും ഉണ്ടാക്കാനുള്ള ഒറ്റമൂലിയാണ് ബ്രോഡ് മൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. മകൻ മന്ത്രിയാണ്, അച്ഛൻ മുൻമന്ത്രിയാണ്, ഉന്നതമായ ജാതിയിൽ പിറന്നവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, പരിചയമുള്ളവരാണ്. പക്ഷേ അവർ തമ്മിലുള്ള പോരിന്റെയും കൊമ്പുകോർക്കലിന്റെയും അത് വാർത്തയാകുന്നതിന്റെയും അത് കുടുംബത്തിലെ ഉള്ളറകളിലേക്ക് കടന്നുവന്ന് കുടുംബത്തിന്റെ ഭദ്രത പോലും തകർക്കുന്നതിന്റെയും അടിസ്ഥാനം എന്താണ് സഹോദരന്മാരെ? പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിത്യേന നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. അവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് ബ്രോഡ് മൈൻഡഡ്നെസ്. വിശാല മനസ്കതയുടെ അഭാവം മാത്രമാണത്. അതിനെ തന്നെയാണ് നമ്മൾ വേറെ അർത്ഥത്തിൽ പറയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ കുറവാണെന്ന്. കാരണം എന്താ? അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ കയറിയിരിക്കാൻ മാത്രം ആ മനസ്സിന് വിശാലതയില്ല. ഈമാനിന്റെ കുറവാണ്. ശരിയാണ്. അതിന്റെ അർത്ഥം എന്താ? ഈമാന് കയറിയിരിക്കുവാൻ മാത്രമുള്ള സ്ഥലം ആ മനസ്സിലില്ല. സ്നേഹത്തിന്റെ കുറവാണ്. അതും ശരിയാണ്. കാരണം സ്നേഹമെന്ന് പറയുന്ന വലിയ വികാരത്തിന് കയറിയിരിക്കുവാനുള്ള ഇടം അത്തരം മനസ്സുകളിലില്ല എന്നുള്ളതാണ്. സഹോദരന്മാർ, ഇത് നമുക്കറിയുന്ന ഒരു സംഗതിയാണ്. അതിന്റെ മറ്റൊരു വശം ഞാൻ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിട്ടുവീഴ്ചകളും സ്വഹാബിവര്യന്മാരുടെ കാരുണ്യപൂർണമായ പ്രവർത്തനങ്ങളും ഇസ്ലാമിക ലോകത്ത് നമ്മൾ വായിച്ചും അറിഞ്ഞും പരിചയിച്ച മഹത്തുക്കളുടെ ജീവിത വിജയവും മാത്രമല്ല മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ജീവിതത്തിലെ സുന്ദരമായ അധ്യായങ്ങളുമൊക്കെ അടിസ്ഥാനപരമായി അവരുടെ മനസ്സിന്റെ വിശാലതയുമായി ബന്ധപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് പ്രത്യേകമായി നൽകുകയുമുണ്ടായി. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ അള്ളാഹു വിശാലമാക്കി തീർക്കട്ടെ. എങ്കിൽ ഈ ലോകം ഒരു സുന്ദരമായ പൂങ്കാവനമായി മാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.